നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ KPCC ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KPCC ആസ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ സ്വീകരിക്കുന്ന പ്രവർത്തകർ ആനയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. KPCC ആസ്ഥാനത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയാണ്. അവിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ആഹ്ലാദം പങ്കിടുകയാണ്. ലഡു വിതരണം, ലഡു നൽകുന്നുണ്ട്. മധുരം നൽകിക്കൊണ്ടാണ് വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയെ KPCC ആസ്ഥാനത്താക്കി സ്വീകരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹത്തിന് മധുരം നൽകുന്ന ആ മധുര കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചാനൽ കണ്ണുകൾ, ക്യാമറ കണ്ണുകൾ എല്ലാം ഉണ്ട്. ഒരു വിധത്തിലാണ് അദ്ദേഹം ഇന്ദിരാ ഭവനകത്തിലേക്ക് കയറുന്നത്. എല്ലാവരും പുസ്തകം നമുക്ക് എടുക്കാൻ കിട്ടില്ല. മാറ്റിക്കോ. നിയുക്ത മുഖ്യമന്ത്രിയായി KPCC ആസ്ഥാനത്തേക്ക് എത്തിയ വി.ഡി. സതീശന് വലിയ സ്വീകരണമാണ് നൽകിയത്. ത്രിവർണ്ണ നിറത്തിലുള്ള ഷാൾ അണിയിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തുടർന്ന് മധുരവും നൽകി. മധുരം നൽകുന്ന കാഴ്ച കണ്ട് അത്യന്തം ആവേശകരമായി കൈകൾ കോർത്തുപിടിച്ച് ഉയർത്തിക്കൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ KPCC ആസ്ഥാനത്തേക്ക് വരവേറ്റത്. അദ്ദേഹം KPCC ആസ്ഥാനത്തെത്തിയപ്പോഴും മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായിരുന്നു. നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ വി.ഡി. സതീശനെ ഒരു നോക്ക് കണ്ട് അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കാനും എത്തിയിരുന്നു. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ക്യാമറ കണ്ണുകളുണ്ടായിരുന്നു. നിരവധിയായ ക്യാമറകൾക്ക് നടുവിലൂടെ, ആളുകൾക്ക് നടുവിലൂടെയാണ് KPCC മന്ദിരത്തിനുള്ളിലേക്ക് വി.ഡി. സതീശൻ കടന്നു കയറിയത്. അത് പ്രതിപക്ഷ നേതാവായിട്ടല്ല, നിയുക്ത മുഖ്യമന്ത്രിയായിട്ടാണ്. അത്യന്തം സന്തോഷത്തോടുകൂടി, ആവേശത്തോടുകൂടി അത്രയധികം സ്വീകരണം തന്നെ KPCC ആസ്ഥാനത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി ഏതായാലും വൈകിട്ടോടുകൂടി KPCC ആസ്ഥാനത്ത് നിയമസഭാ കക്ഷി
ഘടകങ്ങളുടെ യോഗം നടക്കാനിരിക്കുകയാണ്. അതിൽ പ്രഖ്യാപനമുണ്ടാകും. വി ഡി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനമുണ്ടാകും. അതിനുശേഷം സർക്കാർ രൂപീകരണത്തിൻ്റെ കൂടിയാലോചനകളിലേക്ക് കടക്കും. ഗവർണറെ ഇന്ന് തന്നെ കണ്ടേക്കും.